ഞാൻ ചോദിക്കുന്നില്ലേ പിന്നെ പറയുന്നത് നമ്മൾ അയ്യക്കൂന ദാലിക്ക ആകല് ആകും മുബത്തദ ആയിക്കോട്ടെ. പിന്നെ അയ്യക്കൂന ദാലിക്ക ദാലിക്ക എന്നത് മുബത്തദ ആയിക്കോട്ടെ, വൽ കിതാബ് ഖബറും ആയിക്കോട്ടെ. അപ്പൊ പിന്നെ ദാലിക്കാണ് മുശാറയിലേക്ക് ഏതാണെന്ന് ചോദിക്കും. ഇവനൊക്കെ കുടുങ്ങില്ലേ? അപ്പൊ ദാലിക്ക ആ കിതാബ് അൽ കിതാബ് എന്ന് പറയും. എന്നാ അലാമാന അന്നഹു അൽ കിതാബുൽ കാമിലുല്ലദീ യുസ്തഅഖലു അൻ യുസമ്മാ കിതാബൻ എന്ന്. അങ്ങനെ ദാലിക്കയെ മുബ്തദയാക്കി കിതാബ് എന്നതിനെ ഖബറാക്കി. മനസ്സിലായോ? അല്ലെങ്കിൽ സിഫത്തുഹു ദാലിക്കയ്ക്ക് സിഫത്താക്കട്ടെ. അല്ല കിതാബായതാകുന്നത് നോക്കുന്നല്ലോ. കിതാബായതാകുന്നതിൽ റൈബ ഫീഹി അത് ഖബറാക്കും. മനസ്സിലായില്ല? വമാ ബഅദഹു ഖബറുഹു ആക്കട്ടെ. അപ്പൊ പിന്നെ അലിഫ് ലാം മീം അവിടെ ഇങ്ങനെ നിൽക്കണം. ഞാൻ എന്താണോ ചോദിച്ചോണ്ട്, കാരണം ദാലിക്ക് മുസ്ലിയാക്കി അൽ കിതാബിനെ സിഫത്തുമാക്കി ലാറൈബ ഖബറാക്കി. ഞാൻ എന്താണ് മസ്ലാരേന്ന് ചോദിച്ചോണ്ട് ഇങ്ങനെ നിൽക്കും അലിഫ് ലാം മീം എന്നുള്ളത്. മനസ്സിലായ? എനിക്ക് ഖബറില്ലേന്ന് ചോദിക്കും. അതിന് മറുപടിയാണ് വൽ ജുംലത്തു ഖബറു അലിഫ് ലാം മീം എന്നത്. എന്താ? അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഔ യകൂന അലിഫ് ലാം മീം, അലിഫ് ലാം മീം ആകട്ടെ എന്താകട്ടെ, ഖബറ മുബ്തദഇൻ മഅദൂബിൻ, കളയപ്പെട്ടൊരു മുബ്തദയുടെ ഖബറാകട്ടെ. എന്താ? അല്ലാഹ് അപ്പൊ നമ്മള് അവിടെ പറഞ്ഞല്ലോ, അതൊന്ന് പറഞ്ഞല്ലോ അവിടെ അല്ലേ? പിന്നെ വൽ ജുംലത്തു ഖബറ വയകൂനു ഔ യകൂന അലിഫ് ലാം മീം ഖബറ മുബ്തദഇൻ മഅദൂബിൻ വൽ ഔലാ യുഖാല, വൽ ഔല ഏറ്റവും നല്ലത് യുഖാല പറയപ്പെടലാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ ഇഹ്തിമാലാത്തുകൾ പലതും പറഞ്ഞു. അലിഫ് ലാം മീം ദാലിക കിതാബുൽ ലാ റൈബ ഫീഹില് ഇങ്ങനെ നോക്കട്ടെ. വൽ ഔല അൻ യുഖാല ഇന്നഹാ അർബഉ ജുമലിൻ. ഏതാ? ഇവകളെല്ലാം കൂടെ 4 ജുംലകളാണ്. മുത്തനാസിഖത്തുൻ പരസ്പരം കോർക്കപ്പെട്ടത്, കോർവയായി വന്നത്, നസഖ് ചെയ്ത, ഒന്നിനെ ഒന്നിനോട് ബന്ധിപ്പിച്ചു വന്നത്. അത്ഫുൻ നസഖ് എന്ന് പറയത്തിന്റെ മതി. മനസ്സിലായില്ല? മുത്തനാസിഖത്തുൻ ഒന്നൊന്നിനോട് കണ്ണിയായി വന്നതാണ്. തുഖദ്ദിറു അല്ലാഹിഖത്തു മിൻഹ, അതിൽ നിന്നും ലാഹിഖായ ജുംല എന്ത് ചെയ്യും? തഖ്രീറാക്കിത്തരും. അസാബിഖത്ത, സാബിഖായ ജുംലയെ തഖ്രീറാക്കിത്തരും. മനസ്സിലായില്ലേ? അങ്ങനത്തെ 4 ജുംലകളാണ് അവകൾ. പിന്നെ ഇവരെന്നെ തഖ്രീറാക്കിത്തരുന്നത്. വലിദാലിക അതുകൊണ്ട് തന്നെ ലം യദ്ഖുൽ കടന്നു വന്നിട്ടുമില്ല, അൽ ആതിഫു അത്ഫിന്റെ അക്ഷരങ്ങൾ കടന്നു വന്നിട്ടില്ല, ബൈനഹ ഈ 4 ജുംലകളുടെ ഇടയിലായിട്ട്. 4 പറഞ്ഞേ? അർബഅ അല്ലെ? അർബഅ ജുമൽ. അപ്പോൾ ഞാൻ എന്റെ വിശദീകരണം, അലിഫ് ലാം മീം എന്നുള്ള ജുംലത്ത് അതൊരു കൂട്ടമാണ്. ദല്ലത്ത് ആ കൂട്ടം അറിയിക്കുന്നുണ്ട്. ഇവിടെ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ഓതിയപ്പം ഇത് മനുഷ്യന്മാരെ കലാമാണ്, അങ്ങനാണ് ഇങ്ങനാണ്, ഇത് ദൈവിക വചനമൊന്നുമല്ല. എന്നാ പിന്നെ നിങ്ങളൊന്നും കൊണ്ടുവരും. ദൈവിക വചനം അല്ലെങ്കിൽ നിങ്ങളും കൊണ്ടുവരും. ദൈവിക വചനല്ലേ? അല്ല. എന്നാ പിന്നെ ഒന്നും കൊണ്ടുവരും. ഞാൻ കൊണ്ടുവരും. അല്ല തിരിഞ്ഞാ? ജുംലത്തുൻ ഒരു ജുംലയാണ്. ദല്ലത്ത് അറിയിച്ചു എന്തിന്റെ മേൽ? അല അന്നൽ മുത്തഹദ്ദാ ബിഹി. അല്ല, ഏതൊന്നുകൊണ്ടാണോ വെല്ലുവിളിക്കപ്പെടുന്നത് അത് ഹുവ ആ സാധനം അൽ മുഅല്ലഫു അൽ മുത്തഹദ്ദാ ബിഹി അല്ലദീ യുത്തഹദ്ദാ ബിഹി എന്നാണ്. ബിയുടെ മർജിഉ അൽ വെക്കണം. ഹുവ ആ സാധനം അൽ മുഅല്ലഫു ക്രോഡീകരിക്കപ്പെട്ടതാണല്ലോ,
മിൻ ജിൻസിമ ഒന്നിന്റെ വർഗത്തിനാൽ ക്രോഡീകരിക്കപ്പെട്ടതാണ്. എങ്ങനത്തെ ഒന്ന്? യുറക്കിബൂന മിൻഹു അവർ തർക്കീബ് ചെയ്യും, മിൻഹു ആ ഒന്നിനാൽ കലാമഹും അവരുടെ കലാമിനെ. അങ്ങനത്തെ ഒന്നിൽപ്പെട്ടതാണിത്. ഇതേപോലെ ഒന്നുകൊണ്ട് വരും കണ്ട. ഒന്ന് ദാലിക്കൽ കിതാബു എന്നുള്ള ജുംലത്തുൻ സാനിയത്തുൻ കണ്ട. അത് സാനിയ, അതാണ് ആ കിതാബ്. ഏത് കിതാബ്? നമ്മൾ പറയുന്ന കിതാബ് അതാണ്. അപ്പോൾ ഒന്നാമത്തേതിനെ എന്ത് ചെയ്തു? തഖ്രീർ ചെയ്തു. രണ്ടാമത്തേത് മുഖജിറത്തുൻ, അത് തഖ്രീർ ചെയ്യുന്നു. ഏത് ഭാഗത്തിനെ തഖ്രീർ ചെയ്തിരുന്നു? ലിജിഹത്തി തഹദ്ദി, തഹദ്ദിയുടെ ആ ഭാഗത്തിനെ തഖ്രീർ ചെയ്തു. വലാ റൈബ ഫീഹി എന്നുള്ള ജുംലത്തുൻ സാലിസ കണ്ട. ദാലിക്കൽ കിതാബ് അതാണ് കിതാബ്, ആ വർണ്ണിക്കപ്പെടുന്ന കിതാബ് അതാണെങ്കിലോ ലാ റൈബ ഫീഹി നിങ്ങൾ കൊണ്ടുവരുന്നതിനകത്തൊക്കെ ഒരുപാട് സംശയങ്ങൾ വരാൻ സാധ്യതയുണ്ട് കണ്ട. ജുംലത്തുൻ സാലിസത്തുൻ തശ്ഹദു ആ ജുംല സാക്ഷിയാകുന്നു അലാ കമാലിഹി കണ്ട, ആ കിതാബിന്റെ കമാലിന്റെ മേൽ. ജുംലത്തുൻ സാലിസത്തുൻ തശ്ഹദു അത് തന്നെ. മുഖറർ കിതാബി അല്ല, മുഖറത്തുൻ ജാതി തഹദ്ദി ബിഅന്നഹു നിങ്ങൾ വഴി തെറ്റി വെച്ചാൽ ഞാനെന്താ? എന്താണ് ദാലിക്കൽ കിതാബ് ജുംലത്തുൻ സാനിയത്തുൻ? പിന്നെ പിന്നെ നിങ്ങളൊന്ന് മിണ്ടാതെ പോയി, എന്നെ പറ്റിക്കാൻ നടക്കാതെ. നിങ്ങൾ സാധാരണ തർക്കീബ് ചെയ്യുന്നതിനാലുള്ളതാണ് ഈ കിതാബ്. ഒന്നാമത്തേത് അത് ദാലിക്കൽ കിതാബ് എന്നുകൊണ്ട് പിന്നെ തഖ്രീറാക്കി, അതാണ് നമ്മളുടെ ആ കിതാബ്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? മൂന്നാമത്തെ ജുംല കൊണ്ടുവന്നു. ആ ജുംലയാണ് ഏത്? ലാ റൈബ എന്നുള്ളത്. വലാ റൈബ ഫീഹി എന്നുള്ള ജുംലത്തുൻ സാലിസത്തുൻ. മനസ്സിലായോ? ലാ റൈബ ഫീഹി ജുംലത്തുൻ സാലിസത്താണ്. തശ്ഹദു ആ ജുംലത്തുൻ സാലിസത്ത് സാക്ഷിയാകുന്നു എന്തിന്റെ മേൽ? ആ കിതാബിന്റെ കമാലിന്റെ മേൽ. എന്തുകൊണ്ട് കമാലായി? കണ്ടോ? എന്തുകൊണ്ട് കമാലായി? ബി അന്നഹുൽ കിതാബു അതാണൊരു കിതാബ്. എങ്ങനത്തെ കിതാബ്? അൽ മൻഊതു വിശേഷിപ്പിക്കപ്പെട്ടതാണ്. ബിഗായത്തിൽ കമാൽ കണ്ടോ? തിരിഞ്ഞോ? എന്നിട്ട് സുമ്മ സുജ്ജില അലാ കമാലിഹി അതിന്റെ പരിപൂർണതയുടെ മേൽ ഒന്നുകൂടെ എന്ത് ചെയ്തു? ഒന്നുകൂടെ തഹ്രീർ ചെയ്യപ്പെട്ടു, ഒന്നുകൂടെ താങ്ങ് കൊടുക്കപ്പെട്ടു. ബിനഫീ റൈബി അൻഹു ലിഅന്നഹു ലാ കമാല അഅലാ മിമ്മാ ലിൽ ഹഖ് വൽ യഖീനി ഫഹുദൻ ലിൽ മുത്തഖീൻ. സുജ്ജില അല്ല, അങ്ങനെയാണ് എന്റെ കിതാബിലുള്ളത്. നിങ്ങളെ കിതാബിൽ എങ്ങനെയാണ്? ഞാൻ എന്താക്കാനാ? മുസ്ലിമാരെ, നിങ്ങളെ കിതാബിൽ ഇബാറത്തിൽ ഫീഹി മാ ഫീഹി, എന്റെ ഇബാറത്ത് ഇങ്ങനാണ്. വഹുദല്ലിൽ മുത്തഖീന എന്നുള്ളത് ബിമാ ഒന്നോടുകൂടെ യുഖദ്ദറു ലഹു അതിനോട് തഖ്ദീർ ചെയ്യപ്പെടുന്ന ഒന്നിനോടുകൂടെ
ഹുദൽ ലിൽ മുത്തഖീന എന്നുള്ളത് മുബ്തദഉനാണ്, അത് ജുംലത്തുൻ റാബിയത്തുൻ ആണ് എന്ന്. എന്താ അങ്ങനല്ലേ നിങ്ങളെ കിതാബിലുള്ള ജാത്ത് ഫീഹി മാ ഫീഹി നിങ്ങളൊത്ത വന്നിട്ട് വായിച്ചോളി ഉള്ളത് എനിക്ക് ഞാൻ അർത്ഥം പറ്റോ എനിക്കില്ല വായിക്കണാ. ദാലിക്കൽ കിതാബ് എന്നുള്ളത് രണ്ടാമത്തെ ജുംലയാണ്. മുഖരിറത്തുൻ അത് തഖരീറാക്കി തരുന്നു തഹദ്ദിയുടെ ജിഹത്തിനെ. എന്തുകൊണ്ടാണ് ജിഹത്ത് തഹദ്ദിയാവുന്നത്? ബിഅന്നഹുൽ കിതാബു അതൊരു കിതാബാണ്, വിശേഷിപ്പിക്കപ്പെടുന്നതാണ്, പരിപൂർണതയുടെ അങ്ങേയറ്റം കൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്ന ഒന്നാണ്. പിന്നെന്ത് ചെയ്തു? സുമ്മ സുജ്ജില വേണ്ട അതിന്റെ മേലെ സീലി വെക്കപ്പെട്ടു, അതിന് താങ്ങ് നൽകപ്പെട്ടു. സുജ്ജില സുജ്ജില അർത്ഥം എഴുതിയിട്ടുണ്ട് ചെറുതാ കാട്ടങ്ങൾ. ഹുക്കിമ അതിനെ ഒന്ന് ശക്തിയാക്കപ്പെട്ടു. ഹുക്കിമെങ്കിലും ഉപകാരം ഹുക്കിമെന്നുണ്ടോ? ഹുക്കിമെന്ന കാപ്പൻ ചെത്തിട്ട് കൊടുത്തുണ്ടായ മൗലവിമാര് സാധാരണ ഇഹിക്കാമെന്നാ പറയാ, ഉറപ്പിക്കുക. നബായത്തിനകത്ത് പറഞ്ഞല്ലേ, നബായത്തിനകത്തുള്ള ചങ്ങായ മക്കറാക്കിയൊരു കുട്ടി ഹെക്കം തഹൂന്ന് ചോദിച്ചില്ലേ, നീ അതിനെ ഉറപ്പിച്ചോ അവനെ ഉറപ്പിക്കാൻ ഇളകി കിടക്കാണോ എന്ന് ചോദിച്ചില്ലേ എന്ന് ചോദിച്ചില്ലേ. ആ ചങ്ങായി ഹജ്ജാജ് ബിൻ യൂസുഫിനോട് കുട്ടിയോട് ഹഫിൽത്തുൽ ഖുർആനെ നീ പാഴാക്കിയടാ, അല്ല ഖുർആനെ മനപ്പാടാക്കിയാ ചോദിച്ചത്. ആ ചങ്ങായിയുടെ കലാമിന് വേറെ ഇതില്ല, അതിന് ഖുർആൻ എന്താ പലയിടത്തും പാറിക്കിടക്കുകയാണോ എന്നൊക്കെ ചോദിച്ചു. അതാ അവിടെ ഹെക്കമേ പറഞ്ഞ. അപ്പം ഹുക്കിമ അതിനെ ഒന്ന് ശക്തി കൊടുക്കപ്പെട്ടു എന്ന്. എന്തിനാ? അത് ഈ സുജ്ജല പറഞ്ഞുകൊണ്ട് അസ്ജല പറയാതെ സുജ്ജല പറഞ്ഞുകൊണ്ട് ഹുക്കിമാന്നാക്കിയതാണ്. ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എങ്ങനെ ആയിക്കോട്ടെ. സുമ്മ സുജ്ജില അലാ കമാലിഹി ആ കിതാബിന്റെ പരിപൂർണതയുടെ മേലെ അതിനെ എന്ത് ചെയ്തു? ഉറപ്പിക്കപ്പെട്ടു. എന്തുകൊണ്ട്? പിന്നെ ഫീ റൈബി അൻഹു അതിനെ തൊട്ട് റൈബിനെ നഫീ ചെയ്യൽ കൊണ്ട്. കാരണം എന്താണ്? പിന്നെ വലാ റൈബ ഫീ എന്നുള്ളതാവുന്നത് ജുംലത്തുൽ താലിയത്തിനാണ്. തശ്ഹദു അത് സാക്ഷിയാവുന്നുണ്ട് അതിന്റെ പരിപൂർണതയുടെ മേലെ. ഇത് കാരണം ലിയന്നഹുന്നു ലിയന്നഹുന്നല്ല, അല്ലെങ്കിൽ ഇത് ഒന്ന് രണ്ടാന്ന് പറയണം. ഇതുണ്ട്. ഇത് കാരണം ല കമാല അയല വേണ്ട ഏറ്റവും പരിപൂർണമായ നിലയിൽ മേലെയായ നിലയിൽ പരിപൂർണതയില്ല. മിമ്മ ഒന്നിനേക്കാൾ. എങ്ങനത്തൊന്ന്? ലിൽ ഹഖി വൽ യഖീൻ വേണ്ട അതിനെ ഹഖ് കൊള്ളയും യഖീൻ കൊള്ളയും അതിനെ ചേർക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനത്തെ ഒന്നിനേക്കാൾ അയലയായ കമാലൊന്നിനും ഇല്ല എന്നത് കഴിഞ്ഞ വാർത്ത കഴിഞ്ഞു. എന്റെ അതിനകത്ത് അങ്ങനല്ല, എന്റെ ഈ വാർത്താണ് എന്റെ മട്ടായത്. ലാറൈബി ജുംലത്തുൻ താലിയത്തുൻ തശ്ഹദു അലാ കമാലിഹി ബിഅന്നഹുൽ കിതാബുൽ മൻഊത്ത് ബിആയത്തിൽ ഖമാ സുമ്മ സുജ്ജില അലാ കമാലി ബിനഫീ റബി ബിഅന്നഹു ലിഅന്നഹു ലാ കമാല അലാ മിമ്മ ലിൽ ഹഖി വൽ യഖീനി. എടാ ഫഹുദൻ എന്നുള്ളത് ഫഹുദൻ ലിൽ മുത്തഖീന എന്നുള്ളത് ബിമാ ഒന്നോടുകൂടെ യുഖദ്ദറു ആവുന്നത് സങ്കല്പിക്കപ്പെടും ലഹു ഹുദയ്ക്ക് വേണ്ടി, അഥവാ ഹുവ ഹുദൻ എന്നാണെന്ന്. ഇത് മുബ്തദ ഖബറാണ് എന്ന് എന്റെ അർത്ഥം. അത് ജുംലത്തുൻ റാബിയത്തുൻ നാലാമത്തെ ജുംലയാണ്. തുഅക്കിദു ആ ജുംല തഅക്കീദ് ചെയ്തു തരുന്നു. അങ്ങനല്ലേ? തുഖറിറൂന വേറെ ഇബാറത്തിട്ടേ ഉള്ളോ. തുഅക്കിദു ആ ജുംല തഅക്കീദ് ചെയ്തു തരുന്നു. എന്തിനെ? കൗനഹു ഈ ഖുർആൻ കിതാബാകലിനെ ഹഖ്ഖൻ സത്യമാകലിനെ. സത്യമാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലാ യഹൂമു ശൗഖു ഹൗലഹു ഹൗലഹു ആ കിതാബിന്റെ ചുറ്റുഭാഗത്തിൽ കൂടി സംശയം വലയം ചെയ്യുകയില്ല. ആ രീതി വേണ്ട.
ഹാമ യഹൂമു ലാ യഹൂമു ശക്ക് ലാ യഹൂമു ശക്ക് ഹൗലഹു എന്നാ സുമ്മ ഉക്കിദ കൗനഹു ഹഖൻ എന്നൊക്കെ. ലാ യഹൂമുവിന്റെ അവിടെ എന്താ അർത്ഥം ചെയ്യുന്നത്? ചുറ്റുകയില്ല, വലയം ചെയ്യുകയില്ല. ഹൗലുവിന്റെ ചുറ്റുഭാഗത്ത് വലയം ചെയ്യുകയില്ല. എന്ത് ശക്കുൻ? എന്തുകൊണ്ട് തഅക്കീദാക്കി? തുഅക്കിദു, അത് തഅക്കീദാക്കുന്നു. കൗനഹു കിതാബാകൽ ഹഖനാകലിനെ എന്തുകൊണ്ടത് ഹക്കായത്? അന്നഹു ഖുർആൻ ആകുന്നത് ഹുദൽ മുത്തഖീന എന്നതുകൊണ്ട്. മനസ്സിലായോ? ബി എന്നോട് മുത്തലൊക്കെ ഇങ്ങോട്ട് ഇട്ടേക്കുന്നേ. മുത്തഖീങ്ങൾക്ക് ഹൃദയാവുന്ന സാധനം അസു അക്മലു ആകണം എന്ന് പറഞ്ഞതിന്റെ മാന അൽ ഹസല്. ബി എന്നോട് മുത്തലൊക്കെ ഇട്ടുണ്ടോ? ജുംലത്തുൻ റാബിയത്തുൻ തുഅക്കിദു, ആ ജുംല തഅക്കീദ് ചെയ്തിരുന്നു. എന്തിനെ? കൗനഹു ഹഖൻ, എന്തുകൊണ്ടത് ഹക്കായി? ബിഅന്നഹു ഹുദനാകുക എന്നതുകൊണ്ടത് ഹക്കായി എന്നതിനെ തഅക്കീദ് ചെയ്തിരുന്നു. ആർക്ക് ഹുദയാവുക? ലിൽ മുത്തഖീന എന്നതിന്. പിന്നെ അപ്പൊ ഒന്നിനോട് ഒന്ന്, ആദ്യത്തെ ജുംല രണ്ടാമത്തെ ജുംല ആദ്യത്തിന് തഖ്രീർ ചെയ്തിരുന്നു, രണ്ടാമത്തത് മൂന്നാമത്തേത് രണ്ടാമത്തേന് തഖ്രീർ ചെയ്യുന്നു, നാലാമത്തത് മൂന്നാമത്തെ തഖ്രീർ ചെയ്യുന്നു. അങ്ങനെ ആക്കി കൊടുക്കാം. അതല്ലെങ്കിൽ അത് 3 ജുംലകളാണ്. തുഖർറിറു ലാഹിഖത്തു അസ്സാബിഖത്ത എന്ന് പറഞ്ഞു. ഇനി അതല്ലെങ്കിൽ ഔ അങ്ങോട്ട് എത്തുപായിട്ട് തുഖർറിറു മേലെ കത്തുപായിട്ട് ഔ തസ്തത്ബിഉ കുല്ല വാഹിദത്തിൻ മിൻഹാ മാ തലീഹ ഇസ്തിത്ബാഅ ദലീലി ലിൽ മദ്ലൂൽ. ഔ തസ്തത്ബിഉ കുല്ല വാഹിദത്തിൻ മിൻഹാ, ആ 4 ജുംലകളിൽ നിന്നുള്ള എല്ലാ ഓരോന്നും താബിയാക്കി തരുന്നു, പിൻപറ്റിപ്പിച്ചു തരുന്നു, പിൻപറ്റലിനെ തേടുന്നുണ്ട്. എങ്ങനെയാണ് താബിയാക്കുന്നത്? എന്തിനോട് താബിയാക്കുന്നു? മാ ഒന്നിനോടും. തലീഹ, ആ ഒന്ന് ആ ജുംല എടുക്കുന്നു, മാ ഒന്നെടുക്കുന്നു ആ ജുംലയോട്. അപ്പൊ ഒന്നൊന്നിന് താബിയായി തരുന്നു. ഒന്നൊന്നിന് താബിയാക്കി തരുക എന്ന് പറഞ്ഞാൽ ദലീല് ആദ്യം എന്ത് പറഞ്ഞു? വാദം വന്നു, അതിന് ദലീലുണ്ട്. അതേപോലെ മനസ്സിലായില്ല? ഏതുപോലത്തെ ദലീലി, ദലീല് പിൻപറ്റുന്നു എന്തിനോട്? മദ്ലൂലിനോട്. അപ്പൊ അതിന്റെ ബയാൻ എങ്ങനെയോ? ബയാനുഹു അന്നഹു ലമ്മ നബ്ബഹ അവ്വലൻ, ആദ്യമായിക്കൊണ്ട് എന്ത് ചെയ്തു? ഉണർത്തി. അതാ ഇങ്ങനെയുള്ള വായിക്കണം. ഞാനും മിണ്ടായിരിക്കല്ലേ നിങ്ങള്. ലമ്മ നബ്ബഹ, അള്ളാഹുവിന്റെ റസൂൽ ഉണർത്തി. അവ്വലൻ, ആദ്യമായിട്ട്. എന്തിന്റെ മേൽ ഉണർത്തി കൊടുത്തു? അലാ ഇഅ്ജാസി അൽ മുതഹദ്ദാ ബിഹി, മുതഹദ്ദാ ബിഹി അത് മുഅ്ജിസാണ് എന്ന് ഉണർത്തി കൊടുത്തു. എങ്ങനെ ഉണർത്തി കൊടുത്തു? മിനൈദു ഇന്നഹു മിൻ ജിൻസി കലാമിഹിം, അത് അലിഫ് ലാം. വഖദ് അജസു, അങ്ങനെ ഉണർത്തി കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? വഖദ് അജസു, അവർ അശക്തരായി. അൻ മുആറദത്തിഹി, അതിനോട് എതിരിടാൻ, അതിനോട് മത്സരിക്കാൻ അവർ അശക്തരായി. അപ്പൊ എന്ത് ചെയ്തു? അപ്പൊ ഉസ്തുന്തിജ മിൻഹു, ആ അശക്തതയിൽ നിന്നും നതീജ വന്നു, നതീജയെ തേടപ്പെട്ടു. അന്നഹു അൽ കിതാബു അൽ ബാലിഗു ഹദ്ദൽ കമാൽ, ഒരു കിതാബാണ്, അത് അങ്ങേയറ്റം എത്തിച്ചതാണ്, പരിപൂർണതയുടെ പര്യവസാനത്തെ എത്തിച്ച കിതാബാവുന്നു. പരിപൂർണതയുടെ പര്യവസാനത്തെ എത്തിച്ചതാകുമ്പോ പിന്നെ അതിനകത്ത് റൈബുണ്ടാകാനേ പാടില്ല. അദാലിക്കൽ കിതാബ്. പിന്നെന്ത് ചെയ്തു? ലാ റൈബ ഫീഹി എന്നതിനെ കൊണ്ടുവന്നു. ലാ റൈബ ഫീഹി ആണെങ്കിൽ പിന്നെ അതെന്താകണം? സന്മാർഗികൾക്ക് അത് ഹുദയാവുകയും. മനസ്സിലായില്ല? അവ ഒന്നിനൊന്നിനോട് താപിയായി. ശരിയാ? മിനൈദു ഇന്നഹും മിൻ ജിൻസി കലാമിഹിം വഖദ് അജസു, അവർ അശക്തരായി അൻ മുആറദത്തിഹി, അതിനോട് മത്സരിക്കുന്നതിനെ തൊട്ട്. അങ്ങനെ മത്സരിക്കുന്നതിനെ തൊട്ട് അശക്തരായപ്പോ ഉസ്തുന്തുജ മിൻഹു, അതിൽ നിന്നും നതീജ പുറപ്പെടുവിക്കപ്പെടുന്നു. എന്ത്? അന്നഹു ഈ കിതാബ്, അൽ കിതാബ് ഒരു കിതാബാണ്. എങ്ങനത്തെ കിതാബ്? അൽ ബാലിഗ്, അത് എത്തിച്ചതാണ്. ഹദ്ദൽ കമാൽ, പരിപൂർണതയുടെ പര്യവസാനത്തെ എത്തിച്ചതാണ്. അപ്പൊ പരിപൂർണതയുടെ പര്യവസാനത്തെ എത്തിക്കുമ്പോൾ എന്ത് വരും? വസ്തുൽസിമ ദാലിക, അത് ലാസിമാക്കപ്പെടും. അല്ലെങ്കിൽ വസ്തൽസമ ദാലിക, അതിന് ലാസിമാകും. എന്ത് ലാസിമാകും?
അല്ലാ തശബ്ബസ റൈബു ഉണ്ടോ, റൈബ് അതിനോട് ഒട്ടിയിരിക്കാതിരിക്കുക, തശബ്ബുസ് അതിനോട് ചേരാതിരിക്കൽ, മനസ്സിലായില്ലോ? അല്ലാ തശബ്ബസ റൈബു ബി അത്റാഫിഹി, ആ കിതാബിന്റെ ഒരു ഭാഗങ്ങളോടും ഒരു തറഫിനോടും എന്ത് ചെയ്യില്ല, സംശയം അയലത്ത് പോലും വരാതിരിക്കുക എന്നതിനെ തശബ്ബസ എന്താ അർത്ഥം ഇരിക്കുന്നത്? തഅല്ലഖ് അങ്ങനാ. പിന്നെ എനിക്ക് പണ്ട് ഉസ്താദ് പറഞ്ഞ ഓർമ്മയിൽ അങ്ങനെ ഞാനങ്ങ് പറഞ്ഞു പോവാ. അള്ളാഹു ഉസ്താദിനെ ആഫിയത്ത് കൊടുക്കട്ടെ. കുറച്ച് അതൊക്കെ ഇങ്ങനെ ഒരു വട്ടത്തിന് അടിച്ചങ്ങ് വിട്ടുതരും. നടക്കൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുന്നില്ല, അങ്ങോട്ട് വായിച്ചു. അഥവാ വല്ല അങ്ങ് ഭയങ്കരമായിട്ടങ്ങ് ഇഷ്കാല് വരികയാണെങ്കിൽ ഒന്ന് അങ്ങനെ ഒരു നോട്ടം നോക്കും. പോട്ടെ. അല്ലാ തശബ്ബസ റൈബി അത്റാഫി, ഇത് കാരണം ലാ അങ്കസ, ഇത് ലാ അങ്കസ മിമ്മ യഅ്തരിഹി ശക്കു അവ ശുബ്ഹത്തു, ന്യൂനത ഉണ്ടോ മുസ്ലിയാരെ? ഇത് ലാ അങ്കസ, ന്യൂനത എന്ന് പറയുന്നത് ഇല്ല. എന്തിനേക്കാൾ? മിമ്മ ഒന്നിനേക്കാൾ. ലാ അങ്കസ എന്നുള്ളത് വളരെ ന്യൂനത ആയതാണ്, അതിന്റെ അർത്ഥം. ന്യൂനതയേ ഇല്ല. എന്തിനേക്കാൾ ന്യൂനതയില്ല? മിമ്മ ഒന്നിനേക്കാൾ. എങ്ങനത്തെ ഒന്നാണ്? യഅ്തരിഹി, ആ ഒന്നിൽ കടന്നു വരുന്നുണ്ട്, ഒളിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും ഓടിയും ചാടിയൊക്കെ അതിനകത്ത് ഭൂതായി വരുന്നുണ്ട്. അശക്കു വശുബഹത്തു, അതിനേക്കാൾ നുഖ്സാനായത് വല്ലതും ഉണ്ടോ? അപ്പൊ അതിവിടെ വരുന്നില്ല എങ്കിൽ എന്തായി? അക്കുമലായി. മനസ്സിലായില്ല? നേരത്തെ പറഞ്ഞതിന് ഒന്നുകൂടെ ഒരു ഇബാറത്തിനകത്ത് ഒന്നുകൂടെ എന്ത് ചെയ്തു? ബൈലാവിമാവ് നമ്മൾ കൊണ്ടുവന്നു. ഇതില അങ്കസമിമ്മ, ഒന്നിനേക്കാൾ ന്യൂനതയുള്ളതില്ല. എങ്ങനത്തെ ഒന്ന്? എഴുത്തരീഹി, ആ ഒന്നിലേക്ക് പുതുതായി വരുന്നു. അശക്കു വശുബഹത്തു ഒമാക്കാന കദാലിക. കണ്ട, ഇങ്ങനെ ഈ റൈബ് അതിൻ്റെതായ അറ്റത്ത് പോലും അതിന്റെ ഒരു തുറപ്പിലും താലൂക്കാകുന്നില്ല എങ്കിൽ അതിനോട് ബന്ധിച്ചതായിട്ട് ഒമാക്കാന കദാലിക, അങ്ങനായ ഒരു സാധനം, ഒരു കിതാബ് കാന, ആ കിതാബായി കദാലിക്ക, എങ്ങനായി പെടാത്തതായി. അതേ പ്രകാരം തന്നെ സംശയം ഒരു വിധേനയും അറ്റത്തോലും വരാത്തതായി. അങ്ങനത്തെ ഒരു കിതാബ് സംശയമുണ്ടോ മുസ്ലിയാരെ? ലാ മഹാലത്ത, കണ്ടോ? സംശയം തന്നെ, സംശയത്തിന്റെ ലേശം തന്നെ വരികയില്ല. കാന കദാലിക്ക, അങ്ങനായ ഒന്നാകുന്നത് കാന, ആ ഒന്നാകുന്നതാണ്. ലാ മഹാലത്ത, നിസ്സംശയം അതാകുന്നതാണ്. ഹുദൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് അത് ഹുദയാകുന്നതും ആണ്. അപ്പൊ എന്തായി? ഓരോരോ ജുംലകളിലുമുണ്ട്. വഫീ കുല്ലി വാഹിദത്തിൻ മിൻഹാ, ഈ ജുംലകളിൽ നിന്നുള്ള ഓരോ ജുംലകളിലുമുണ്ട് നുക്തത്തുൻ ദാതു ജസാലത്തിൻ, അതാ വണ്ണമുടയതായ ഫായിദകളുണ്ട് എന്ന്, ഒരുപാട് പല വിധേനയുള്ള ഫായിദകളുമുണ്ട് എന്ന്. അതാ ഇങ്ങനെ വളരെ അജബുൻ അജീബായ കമാലും അക്കുമലുമായ ഒരു വിധേനയും നുക്സാനിയത്ത് അയലത്ത് പോലും വരാത്ത ഇങ്ങനത്തെ ഒരു കിതാബ്. ഈ കിതാബിനെ ഇങ്ങനെ വിശേഷിച്ചപ്പോൾ ആ വിശേഷണം പറഞ്ഞതിൽ കുറെ ഫായതകൾ ഇനിയും പറയാനുണ്ട്. ഓരോന്ന് പറഞ്ഞു നോക്കാം. കണ്ടാ, ദാത്തു ജസാലത്ത് ലാ മഹാലത്ത, അവിടെ എന്താണ് കിതാബിൽ എഴുതിയേക്കുന്നത്? വല്ലതുണ്ടോ? ലാമാലത്ത് ഒരുപാട് സ്ഥലത്ത് വരുന്നുണ്ട് ഈ ഭാരത്ത്. എന്താണ് ഇപ്പൊ അർത്ഥം? നിസ്സംശയം അർത്ഥം വെച്ച് പോകുന്നുണ്ട്. ഹാല, ഹവല എന്നതിന്റെ ആണല്ലോ മഹവല്, മഹാലത്ത് വരും. അപ്പൊ ഹാലയ്ക്ക് അങ്ങനെ സംശയം അർത്ഥമുണ്ടോ? ആ വാക്കൊന്ന് അതിന് ഓപ്പറേഷൻ ചെയ്യുന്നത് നല്ലതാണ്. ആ വാക്ക് തശ്രീഹ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ കുറെ ഇബാറത്ത് കാണും, അങ്ങനെ ഉസ്താദ് അർത്ഥം വെച്ചൊന്നു അങ്ങനെ അങ്ങ് പോയി എന്നല്ലാതെ അതിനെപ്പറ്റിയൊന്ന് തശ്രീഹ് ചെയ്യാതിരുന്നൊരു മോശം. ലാ മഹാലത്ത ഹുദലിൽ മുത്തഖ് ഫീ കുല്ലി വാഹിദത്തിൻ മിന്നാ നുക്തത്തുൻ ദാതു ജസാലത്തിൻ ഫഫിൽ ഊലാ അൽഅദ്ഫു. അലിഫ് ലാം മീം എന്നതിനകത്ത് അതുകൊണ്ടല്ല തന്നെയല്ല, വർറംസ് സൂചനയുമുണ്ട്. ഇലൽ മഖ്സൂദി, മഖ്സൂദിലേക്ക് സൂചനയുമുണ്ട്.
മഅത്തൈലീലി തൈലീലോടുകൂടെ. എന്നാ പിന്നെ നിങ്ങൾ കൊണ്ടുവരണ്ട. കാരണം എന്താ കൊണ്ടുവരാൻ പറയാൻ വെല്ലുവിളിക്കാനുള്ള കാരണം എന്താ? നിങ്ങൾ പറയുന്ന കണക്കുള്ള സംസാരിക്കുന്ന അക്ഷരത്തിനാണുള്ളത് തന്നെ ഈ അക്ഷരം. നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുവന്നൂടായ അതിന്റെ അർത്ഥം. ഒഫീസാനിത്തെ രണ്ടാമത്തേതുണ്ട് ഫഹാമത്തു തൈലീഫ്. മിഷാറത്തിന്റെ ഇസ്മാണ് അൽ കിതാബ് എന്നുള്ളത് വേറൊരു തൈരീഫ് തറഫൈനുണ്ട്. അങ്ങനെയൊക്കെ പിന്നെ ബുഴുദിന് വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെ വമ്പൻ ഏടാ വഫീസാലിതത്തിൽ ആറേബ ഉപയോഗിക്കാത്തുണ്ട്. തഹീറു ദർഫിയുണ്ട്. അതൊരു ഫയലാണല്ല. ദർഫിനെ പിന്തിച്ചു. ഏത് ലാഫിയ കോലും പറഞ്ഞതുപോലെ ഇവിടെ പറഞ്ഞില്ലല്ലോ. ലാഫിയ കോലിന് അവിടെ ഖബർ മുന്തിച്ചു പറഞ്ഞേക്കുന്നത്. ഇവിടെ ലാഫി റൈബ് എന്നല്ലല്ലോ പറഞ്ഞത്. ലാ റൈബ ഫീ. അപ്പൊ ലാഫി എന്ന് പറയുമ്പോൾ ഈഹാം വരാറുണ്ട്. ഹദറമിൻ ഈഹാമിൽ ബാത്തിലിനെ തോന്നിപ്പിക്കലിനെ പേടിച്ചതിന് വേണ്ടിയിട്ട്. വഫിറാബിയത്തി നാലാമത്തതിൽ അല്ലാതെ കളയലുമുണ്ട്. ഹുദൻ മുത്തഖീൻ ലാ റൈബ ഫീ. ഹുദൻ ഹുദൻ എന്നാണല്ലോ ഇമാമായി ഖുദ്റങ്ങൾ പറഞ്ഞല്ലോ. വഫിറാബിയത്തിൽ അതുകൊണ്ട് വതൗസീഫ് ബിൽ മസ്തർ കണ്ട ഹുദൻ എന്നുണ്ട്. മനസ്സിലായില്ല? അത് ഹാദിയാൻ. ഹാദിൻ എന്ന് പറയേണ്ട സ്ഥാനത്ത് എന്ത് ചെയ്തു? ഹുദൻ എന്നത് മുബാലകത്തിന് വേണ്ടിയിട്ടുള്ളതാണല്ലോ. ബിൽ മസ്തർ അതിൽ മുബാലകത്തി തന്നെയല്ല ഇറാദിയാനെ കൊണ്ടുവരികയും ചെയ്തു. മുനക്കറൻ ഹുദൻ വമ്പമായ ഹുദ വണ്ണമായ ഹുദ ലിതഅലീമിന് വേണ്ടിയിട്ടും. പിന്നെന്തുണ്ട്? തഖ്സീസുൽ ഹുദ. അപ്പൊ ഹുദൻ ലിൽ മുത്തഖീനാണല്ലോ പറഞ്ഞത്. മുത്തഖീങ്ങൾക്കല്ലല്ലോ ഹുദ ആവേണ്ടത്, കാഫിരീങ്ങൾക്കല്ലേ ഇത് ഹുദ ആവേണ്ടത്. മനസ്സിലായില്ല? അത് കാഫിരീങ്ങൾ അവർക്ക് ഖുർആൻ കൊണ്ട് അവരെന്താവും? അവരിങ്ങനെ ഹുദ സിദ്ധിക്കുമ്പോൾ പിന്നെ അവർ മുത്തഖീങ്ങളാവും. അതതിന്റെ അർത്ഥം. മുത്തഖീനെ കൊണ്ട് ഹുദയെ പ്രത്യേകമാക്കിയത് അത് ബിഅ്തിബാരിൽ ഗായ അല്ല, ഗായത്തിനെ പരിഗണിച്ചുകൊണ്ടാണ്. അല്ല പിന്നെ എന്തല്ല അവലിനെ പരിഗണിച്ചുകൊണ്ടല്ല. അവല് ഹുദ ആർക്കാണ്? മുത്തഖീങ്ങൾക്കല്ല. ആർക്കാണ്? മുത്തഖി അല്ലാത്ത ഫാജിറിനാണ്. അവനെ ഫാജിറാക്കി കൊണ്ടുവന്ന് പിന്നെ അവൻ മുത്തഖി. അതാണ് മുത്തഖീങ്ങൾക്ക് ഹുദ. ആഖിബത്തിനെ പരിഗണിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഇൽ മുത്തഖീന എന്ന് പറഞ്ഞത് അവനെ പരിഗണിച്ചുകൊണ്ടല്ല. പിന്നെ തസ്മിയത്തുൽ മസ് അപ്പൊ പിന്നെ എന്തുണ്ട്? അപ്പൊ തഖ്വയിലേക്ക് അങ്ങോട്ട് വരാൻ പോകുന്നതേ ഉള്ളൂ, വന്നില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു പറയാനോട് മെമ്പറായി. മുത്തഖി എന്ന് പറയാൻ പറ്റുമോ? അത് മജാസ് എന്നല്ലേ പറഞ്ഞ ഇത്തിബാരിമായ യക്കൂനെ പരിഗണിച്ചുകൊണ്ട് പറഞ്ഞതാണ് ഇയാളെ സംബന്ധിച്ച് മുത്തഖി എന്ന്. മനസ്സിലായില്ല? തസ്മിയത്തുൽ മുശാരിഫി ലിത്തഖ്വ. തഖ്വയിലേക്ക് ഇങ്ങോട്ട് വെളിവെട്ട് വന്നവന് പേര് വെച്ചത് എന്ത് പേര് വെച്ചു? മുത്തഖിയൻ എന്ന് പേര് വെച്ചത് ഈജാസൻ വതഫ്ഖീമൻ ലിശൈനി. അവന്റെ കാര്യത്തിനെ ഒന്ന് വണ്ണമാക്കാനും പിന്നെ ഈജാസ് മജാദാണെന്നറിയിക്കാനും എന്നതാണ്. കണ്ടാ? മനസ്സിലായില്ല? അതൊക്കെ ഓരോ ചോദ്യങ്ങൾക്ക് മറുപടി എന്നോണമാണ് ആ വാക്കുകളൊക്കെ. ഈജാസൻ മജാദായ നിലയില് ഇശാറത്തിൽ നുക്തത്തിൻ ലത്തീഫത്തിൻ ലിർതികാബിൽ മജാസ് ഫഇന്ന ഹുദൻ ലിൽ മുത്തഖീന ഔജസ മിൻ ഹുദൻ ലിദ്ദാല്ലീൻ എന്നും പറയാം. അപ്പൊ ഈജാസ് എന്നുള്ളത് ചുരുക്കാൻ വേണ്ടിയിട്ടെന്നും പറയാം, മജാസ് എന്നും പറയാം. ഫഇന്ന ഹുദൻ ലിൽ മുത്തഖീന കണ്ടാ, ഹുദൻ ലിൽ മുത്തഖീന എന്ന വാക്കാണ് എന്ത്? ഔജസു. അതാണ് ഏറ്റവും ചുരുങ്ങിയത്. എന്തിനേക്കാൾ? ഹുദൻ ലിദ്ദാല്ലീന സ്വായിരീന ഇലത്തഖ്വാ. കണ്ടാ, ഈ കിതാബ് ഹുദനാണ്. ആർക്ക്? ലിദ്ദാല്ലീന, വഴിപിഴച്ചവർക്ക് ഹുദയാണ്. എങ്ങനത്തെവരാണ് അവർ? അസ്സായിരീന, അവരായിത്തീരുന്നവരാണ്. എങ്ങനെ? എന്തിലേക്കായിത്തീരും? ഇലത്തഖ്വയിലേക്കായിത്തീരും. അവർക്ക് ഹുദയാണെന്ന് പറയുന്നതിനേക്കാൾ മോജസായ പദമാണ് ഏത്? ആ മോജസ് ഈജാസിന് തന്നെ രണ്ട് മേനെ കൊടുക്കാം. മജാസായിട്ടും പറഞ്ഞു, ചുരുക്കിയും പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയുന്നത് തരാറില്ല. പിന്നെ
അത് ബേത്തിബാറിൽ വായത്തിനെ പരിഗണിച്ചുകൊണ്ടാണ്. വലാലിതും ഇല്ല ഫാജിറൻ ഗഫാറൻ എന്ന് പറഞ്ഞില്ല. നൂഹ് നബി അലൈഹി സ്വലാം ദേഷ്യം വെച്ചിട്ട് പറഞ്ഞില്ലേ, റബ്ബിലാ തദർ അലൽ അർളി ദയ്യാറ ഫഇന്നഹു ലാ യലിദു ഇല്ല ഫാജിറൻ കുഫാറ. എവിടെ ദേഷ്യം വന്ന് ഇങ്ങനെയൊക്കെ ദ്വാരക്കാവുന്നില്ല. നൂഹ് നബി അലൈഹി സ്വലാം ദേഷ്യം പിടിച്ച് ഭയങ്കര ദ്വാരത്തില്ലേ. ഏയ് റബ്ബിലാ തദർ അലൽ അർളി ദയ്യാറൻ. ബാക്കി ഓതല ഇവരെ ആഫിൽദാനെ പറയും. നിങ്ങൾ പറയും ഞാൻ എത്ര ആയത്തുകൾ ഓതി, ബാക്കി ഓതാൻ ഓതുന്നുണ്ടോ? നീ ഏത് സ്കൂളിലാണ് പഠിച്ചത്? അല്ല ഏത് കോളേജിലാണ് നിനക്ക് കിട്ടിയത് സർട്ടിഫിക്കറ്റ് കിട്ടിയത്? ഇന്നഹും റബ്ബിലാ തദർ അലൽ അർളി ദയ്യാറ. പിന്നെ ഫഇന്നഹും ലം യലിദൂ ഇല്ലാ ഫാജിറൻ കുഫാറ. അപ്പം മഹാനായ നൂഹ് നബി അലൈഹി സ്വലാം ഏതാ നൂഹ് നബി അലൈഹി സ്വലാമിനെ ഈ കമ്പ്യൂട്ടറിനകത്ത് പോകല്ലോ നമ്മൾ ജാതകം നോക്കാനും പിന്നെന്തോ സ്കാനിങ് ചെയ്യല്ലോ. ആണാണോ പെണ്ണാണോ, ആണാണോ പെണ്ണാണോ തിരിയാതെന്നല്ലാതെ സയ്യിദാണോ തഖിയാണോ കാഫിറാണോ മുസ്ലിമാണോ തിരിയോ? അവന്റെ മാർഗം തിരിയാതല്ലാതെ നിങ്ങളെ ഈ സ്കാനിങ് കൊണ്ട് അവന്റെ വർഗം തിരിയാതല്ലാതെ അവൻ മുത്തഖിയാണോ സഈദാണോ? മഹാനായ നൂഹ് നബി അലൈഹി സ്വലാം അതിനു മുമ്പ് പറഞ്ഞു, നമ്മളിങ്ങനെ സ്കാനിങ് കൂടെ വരുന്നതിന് മുമ്പ് എന്നെ പറഞ്ഞു ലം യലിദൂ ഇല്ലാ ഫാജിറൻ കുഫാറ. ഇനി ഒറ്റകളോട് ജീവിക്കും, അവറ്റകളെന്ത് പെണ്ണുകെട്ടും കല്യാണം കഴിക്കും, കുട്ടികളുണ്ടാവും, വരുന്ന മക്കളുമാരെല്ലാം കറ പറഞ്ഞതുപോലെ ആവുകയും ചെയ്യും. ഇതേത് കമ്പ്യൂട്ടറിന് പറ്റും ഇങ്ങനെ പറയാൻ? ഏത് ജാതകം പറയും? ജാതകം പറയുന്ന സാധനങ്ങളുടെ ഹക്കീക്കത്തിൽ മൗജൂദ് വേണ്ടേ? മൗജൂദാവണ്ടേ? ഇത് മൗജൂദ് അല്ലാത്ത സാധനത്തെ പറ്റിയാണല്ലോ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞത്. എന്ത് ലാ യലിദു ഇല്ലാ ഫാജിറൻ ഗഫാറ. അതാണ് മഹത്തുക്കളെ പവർ. അപ്പൊ എവിടെയും മഹത്തുക്കൾ ഏത് ശാസ്ത്രത്തിന്റെയും ഏത് ശാസ്ത്രം ഇവിടെ വളർന്നു വന്നാലും അതിന്റെ എല്ലാം ടോപ്പിലാണ് നമ്മുടെ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും എന്ന് പറഞ്ഞതിന്റെ വായന. തിരിഞ്ഞോ? ഇനിയിപ്പോ നിങ്ങളെ ശാസ്ത്രം തെളിയിച്ചത് തന്നെ പെണ്ണാണ് തെളിയിച്ചത് തന്നെ ഇവിടെ ആണായിപ്പോയി. ഇനിയിപ്പോ എന്ത്? അത് നമ്മളിപ്പോ അടുത്ത് തന്നെ നമ്മള് ബുറുദമാണെന്നൊക്കെ തങ്ങളിപ്പോ പല്ലേ എന്തേലും പേര് അയലക്കാടുകാരൻ തങ്ങളില്ലേ അശുദ്ധങ്ങൾ അശുദ്ധങ്ങളെ കുട്ടി പിന്നെ പ്രസവം പിന്നെ ഇത് എന്തായി പെണ്ണുമ്പളെ കയറിമണിയായപ്പം സ്കാനിങ് ചെയ്ത് നോക്കി പെണ്ണാന്ന് പറഞ്ഞു. അപ്പൊ അതിലങ്ങോട്ടൊന്ന് പറഞ്ഞു പെൺകുട്ടിയാണ് അല്പം. ആ പെൺകുട്ടി തന്നെ ആൺകുട്ടിയല്ല. പിന്നെ പ്രസവിച്ച് നോക്കുമ്പോ ആൺകുട്ടിയാ. അപ്പൊ അതിനെയും തിരുത്താൻ ഇവിടെ എന്തുണ്ട്? വലിയ മഹത്വക്കളുടെ നാവിന് പവറുണ്ടെന്ന് പറഞ്ഞെന്റെ മേന തിരിഞ്ഞാ. അല്ലാതെ നിങ്ങളെ ശാസ്ത്രവും മൂത്രം അതിനകത്തെങ്ങും ഒരു കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നല്ലവരായി ജീവിച്ചാൽ അവനെ സംബന്ധിച്ച് അയാൾ നല്ല ആളാണ്, വലിയ മഹാൻ. അപ്പൊ അയാൾ ഒരു മുസ്ലിം ഇങ്ങോട്ട് ഇന്നലെ ഇങ്ങോട്ട് വെട്ടുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ വലിയൊരു സുപ്രഭാതം ഇങ്ങോട്ട് കയറി വന്നിട്ടേ ഉള്ളൂ മുസ്ലിമായിട്ട്. അയാളെ സംബന്ധിച്ച് മുത്തഖി എന്ന് പറയുമ്പോൾ ഈ മതം നല്ല മതമാണ്. കണ്ടോ? മനസ്സിലായില്ല? കാലാകാലങ്ങൾ കൊണ്ട് ഇബാദത്തെടുത്തവന് കൊടുക്കുന്ന ഒരു ടൈറ്റലാണ് ഞാനൊരു അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പം എനിക്ക് തന്നത് എന്നൊരു ആ മതത്തിനെ പറ്റി നല്ലൊരു വിശ്വാസം അവന്റെ കൽവിൽ കയറാൻ മതി. അതുകൊണ്ടാണ് അല്ലാഹു തആല എന്ത് ആഖിബത്തിലേക്ക് നോക്കിയിട്ടാണ് എന്ത് മുത്തഖീന എന്ന് പറഞ്ഞത്. ഇങ്ങനെയുള്ള ഒരുപാട് വമ്പൻ ഫായിദകൾ ഈ 4 ജുംലകളിൽ ഉണ്ട് എന്താ പറഞ്ഞതിന്റെ ഫായിദ? ആര് തോന്നുന്നില്ലയോ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون എന്ന് الذين يؤمنون എന്നുള്ളത് ഏത് തർക്കും എന്നിട്ടാണ് ആദ്യം തർക്കും പറഞ്ഞാൽ അല്ല ആദ്യം തർക്കിബങ്ങ് പറഞ്ഞാലേ ഇമ്മാ മൗസൂലുൻ ബിൽ മുത്തഖീന മുത്തഖീങ്ങളോട് ചേർക്കപ്പെട്ടതാണ്, മൗസൂലാണ്. അലാനോ സിബത്തുൻ സിബത്താണ്, മജ്റൂറത്തുനാണ്, മുഖയ്യദത്തുൻ ലഹുവാണ്.
മുഖയ്യദാവുന്ന എപ്പോഴ് ഇൻ ഫുസിറ തഖ്വ, തഖ്വയ്ക്ക് തഫ്സീർ കൊടുക്കണം. തർക്കി മാ ലാ യംബഗി എന്ന് കൊടുക്കണം. അല്ല, മാ ലാ യംബഗിയെ തർക്ക് ചെയ്യുന്നവർ അവരാരാണ്? അല്ലദീന ഒരു കൂട്ടരാണ്. എങ്ങനത്തെവരാരാണ്? യുഖീമൂന സലാം. അവ മാ ലാ യംബഗി അങ്ങ് തർക്ക് ചെയ്യും, എല്ലാം ഒഴിവാക്കി. സർവ്വത് ഒഴിവാക്കിയ പിന്നെ ഇനി എന്താണ്? ഇല്ലേ, പഴയതെല്ലാം ഒഴിവാക്കി ഇനി പുതിയതെടുത്തിടാം. പൊട്ടിയ വളയെല്ലാം മാറ്റിയെടുത്ത് ഇനി പുതിയ വളയിടാൻ പോവാണ്. അതാണ് അല്ലദീന യുഅ്മിനൂന, ഈമാൻ, പിന്നെ യുഖീമൂന സലാം, പിന്നെ യൂതൂന സക്കാ. അപ്പൊ അത്തഹിലിയത്തു ബഅദ തഖ്ലിയ, മനസ്സിലായില്ല? ആഭരണം അണിയിക്കൽ ഒഴിവാക്കിയത്. പെയിന്റ് അടിക്കൽ ഒന്ന് ചുരണ്ടി കളഞ്ഞ അടുക്കെല്ലാം മാറ്റിയിട്ട് പിന്നെ പെയിന്റ് അടിക്കും. അതപ്പൊ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നതിന്റെ അർത്ഥം. അത് മുറത്തബത്തുന്നലി, അതിന്റെ മേൽ തർത്തീബാക്കപ്പെടുന്നതാണ്, തർത്തീബാക്കപ്പെട്ടു വന്നതാണ്. എങ്ങനത്തെ തറത്തുബ്? തറത്തുബ തഹ്ലിയത്തി അല തഹ്ലിയ, തഹ്ലിയയുടെ മേൽ തഹ്ലിയത്തിന്റെ തറത്തുബ് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക? ആഭരണം ഇട്ട് കൊടുക്കുക. ആ തറത്തുബാണ് വന്നത്. തസ്വീർ അല തസ്ഖീർ, വേറെ ഒന്നുകൂടെ പറയാം, വേറെ പ്രയോഗങ്ങൾ പറയാം. തസ്കീറാക്കിയതിന്റെ മേൽ തസ്വീറാക്കുക, തസ്കീൽ അഴുക്കുകളെല്ലാം ചുരണ്ടി മാറ്റിയതിന്റെ മേൽ എന്ത് ചെയ്യാം? ഫോട്ടം വരിക്കുക. അതാ തസ്വീർ, മനസ്സിലായില്ല? അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ഔ മൂന്നിഹത്ത്. അപ്പം നമ്മൾ തഖ്വയ്ക്ക് ഏത് തഫ്സീറാണോ കൊടുക്കുന്നത് അതനുസരിച്ചായിരിക്കും അല്ലദീനയുടെ തർക്കീബ് നീക്കുക. തഖ്വയ്ക്ക് കൊടുത്ത തർക്കീബ് തർക്കുമാല എംബഗി എന്നതാണ് എങ്കിൽ, തർക്കു മല എംബഗി എന്നതാണെങ്കിൽ അതിന് എന്തു ചെയ്തു? അതിന്റെ മൗസാന് സിഫത്തായി കൊണ്ടുവന്നതാണ്. ഇനി മല എംബഗി എന്നല്ല നമ്മൾ കൊടുക്കുന്നത്, അത് മൂന്നിഹത്തുന്, അല്ലെങ്കിൽ അത് മൂന്നിഹത്താവും, മനസ്സിലായില്ല? അത് മൂന്നിഹത്തിന് അങ്ങോട്ടത്ത് പോയിട്ട് അലാനോ സിഫത്തും മേലെ കത്തപ്പോ, മനസ്സിലായില്ല? ഇവിടെ അങ്ങനെ മർഫൂമില്ലത്തി അലാഖൗലി മുഖയ്യദത്തുനെന്ന്, മുഖയ്യദത്തുൻ ലഹു, അതിന് കൈതാക്കപ്പെട്ടതാണ് ഇൻഫുസിറ, അല്ല? ഇനി മൂന്നിഹത്തുൻ ലഹു, അതിനൊന്ന് വ്യക്തമാക്കി തരാനാണ് ഇൻഫുസിറ. തഖ്വയ്ക്ക് തഫ്സീർ കൊടുത്തു. ബിമ, മാ ഒന്നുണ്ട്, മായഴുമുണ്ട്. എങ്ങനത്തെ ഒന്നാണ്? ആ ഒന്ന് അമ്മാക്കും ഫിയലൽ ഹസനാത്തി തർക്ക ചെയ്യാൻ, രണ്ട് പറഞ്ഞു. നല്ലത് ചെയ്യുക, മോശത്തിന് ഒഴിവാക്കുക എന്നാണ് തഫ്സീർ കൊടുക്കുന്നതെങ്കിൽ, ഏത്? ഫിയലൽ ഹസനാത്തി തർക്കു ചെയ്യാൻ എന്നതാണെങ്കിൽ പിന്നെ മൂന്നിഹാകും. ഇത് ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കി തരലാകും ഇത്, കണ്ടാ? കാരണം എന്താ? അലിസ്തിമാലിഹി, ആദ്യം പറഞ്ഞ ചുറ്റിയല്ലോ, അലാമാഹു ഒന്നിന്റെ മേല്, ആ ഒന്ന് അസുലുൽ അമാലിയാണ്, അസാസുൽ ഹസനാത്തിയാണ്. ആ ഒന്ന് എന്തിനാൽ? മിനൽ ഈമാൻ വസ്സലാത്ത് വസ്സദഖ. ഫഇന്നഹ, ഇവകൾ മൂന്നും ഉമ്മഹാത്തുൽ അമാലിൻ നഫ്സാനിയ്യ വൽ ഇബാദാത്തിൽ ബദനിയ്യ വൽ മാലിയ്യ. ഈമാനായാലും സ്വലാത്തായാലും സദഖയായാലും, ഈമാനാകുമ്പം ഖൽബിയായ അമലുകളുടെ മുഖ്യമായതാണ്, നിസ്കാരമാകുമ്പം ബദനിയായ ഇബാദത്തിൽ നിന്നും മുഖ്യമായതാണ്, മാലിയാകുമ്പം സദഖയുടെ മുഖ്യമായതാണ്. ഏത്? മുതലിന്റെ മുഖ്യമായതാണ് സദഖ, മനസ്സിലായില്ല? ഇവകളൊക്കെ എവിടുന്ന് വരുന്നു? അൽ മുസ്തത്ബിഅത്തി, അത് തുടർന്നു വരുന്നു. എന്തിനെ തുടർത്തി തരുന്നു? ലിസാഇരിൽ തആത്ത്, മറ്റുള്ള വഴിപാടുകളെയും കൂടി തുടർത്തി തരുന്നു. പിന്നെ എന്തിന്റെ മേലും അതിനും വത്തജന്നുബി അനിൽ മആസിനെ തൊട്ട് വാലിബിലും മആസിയെ തൊട്ടും തജന്നുബിനെയും അത് താബിയാക്കി തരുന്നു ഈ പറഞ്ഞ അമലുകൾ. അലാത്തറ, നീ കാണുന്നില്ലേ? അല്ലാഹു തആല പറഞ്ഞല്ലോ, ഇദാ ഖൗലി തആല ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന് പറഞ്ഞില്ലേ? പിന്നെയോ ഖൗലിഹി തആല, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖൗലിലേക്ക് നീ നോക്കിക്കോ. ഖൗലി അലൈഹി സ്വലാത്തു വസ്സലാം അസ്സലാത്തു ഇമാദുദ്ദീൻ എന്ന് പറഞ്ഞില്ലേ? വസ്സകാത്തു ഖന്തറത്തുൽ ഇസ്ലാം എന്ന് പറഞ്ഞില്ലേ? അല്ല, സക്കാത്ത് എന്നുള്ളത് ഇസ്ലാമിന്റെ പാലമാണ്. ആ പാലത്തിൽ കൂടെ കടന്നാലേ പോകാൻ പറ്റും, പാലില്ലെങ്കിൽ അവിടെ കടക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചല്ലോ, കണ്ടോ? തിരിഞ്ഞോ? അപ്പൊ ഇവകളുണ്ടെങ്കിൽ അതെല്ലാം കിട്ടും എന്ന് കിട്ടി. ഔ മാദിഹത്ത്,
അല്ലെങ്കിൽ മാദിഹായി വരുന്നതാണ്. ഔ മാദിഹത്തുൻ എന്നോ ഔ മസൂഖത്തുനിൽ മദിഹി എന്നോ, മുഖയ്യദത്തുൻ മുഖയ്യദത്താണ്, അല്ലെ മൂദിഹത്താണ്, ഔ മാദിഹത്തുൻ ബിമാ തളമ്മനഹു എന്ന്. കേട്ടാ, ആദ്യം പറഞ്ഞത് തളമ്മന് ചെയ്ത ഒന്നിനെ മദ്ഹ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുള്ളത്. വേറെ കയറ്റി വിട്ടത്